പത്തനംതിട്ട AR ക്യാമ്പിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെയാണ് 6.5-7 മണിക്കൂറോളമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യൽ ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞു എന്നതാണ് ഷിജോ കുര്യൻ ഞങ്ങളുടെ പ്രതിനിധി അല്പം മുൻപ് നൽകിയ ഏറ്റവും പുതിയ വിവരം. അല്പസമയത്തിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വൈദ്യ പരിശോധനയ്ക്കായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം പത്തനംതിട്ട ജില്ലാ മാജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഇതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഉയർന്ന മൂന്നാമത്തെ ലൈംഗിക പീഡന പരാതിയിലാണ് പോലീസ് അതീവ രഹസ്യമായ നീക്കത്തിലൂടെ SIT പ്രത്യേക അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. 6 മണിക്കൂറിലധികം നേരം രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്തു. പക്ഷേ കാര്യമായി ഒന്നും വിട്ടുപറയാൻ രാഹുൽ തയ്യാറായിട്ടില്ല. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണ് ഈ പരാതിക്കാരിയുമായി ഉണ്ടായിരുന്നത് എന്നതിനപ്പുറം ബാക്കി കാര്യങ്ങളൊക്കെ അഭിഭാഷകൻ പറയും എന്ന നിലപാടെടുത്ത് ചോദ്യം ചെയ്യലിനോട് നിസ്സഹകരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ സ്ഥിരീകരിക്കപ്പെടേണ്ടതാണ്. AR ക്യാമ്പിനകത്ത് നടന്ന ചോദ്യം ചെയ്യലിന്റെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളുടെ ശകലങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ഈ കാര്യങ്ങളിൽ പൂർണ്ണമായ സ്ഥിരീകരണം ആവശ്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അല്പസമയത്തിനകം തന്നെ വൈദ്യ പരിശോധനയ്ക്കായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അതിനുവേണ്ടിയുള്ള വാഹനങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. പുതിയ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. ഷിജോ കുര്യൻ ഞങ്ങളുടെ പ്രതിനിധി പത്തനംതിട്ട AR ക്യാമ്പിന് മുന്നിലുണ്ട്. ഷിജോ, പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടവുമായിട്ട് അന്വേഷണ സംഘം AR ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വരും. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാഹുൽ മാങ്കൂട്ടവുമായിട്ട് അന്വേഷണ സംഘം വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ജില്ലാ ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വലിയ കനത്ത പോലീസ് സുരക്ഷ ഒരുക്കി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായിട്ട് പോലീസ് സംഘം വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ജില്ലാ ആശുപത്രിയിലേക്ക് പോവുക. കഴിഞ്ഞ 6 മണിക്കൂറിലേറെയായിട്ട് SITക്ക് മുമ്പാകെ ഇരുന്ന ചോദ്യം ചെയ്യലിന് വിധേയമാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ ചോദ്യം ചെയ്യലിൽ ഒരു തരത്തിലും സഹകരിക്കാതെ എല്ലാ ചോദ്യങ്ങൾക്കും അഭിഭാഷകൻ മറുപടി പറഞ്ഞുകൊള്ളുമെന്നുള്ള മറുപടി പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ട് ഒരു നിസ്സഹകരണമുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവരങ്ങളാണ് നമുക്ക് അകത്ത് നിന്ന് ലഭിക്കുന്നത്. എന്തായാലും കനത്ത സുരക്ഷ ഒരുക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് സംഘം വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഇവിടുന്ന് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക. നമുക്കറിയാം, പത്തനംതിട്ട ജില്ലയുടെ വിവിധ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ രാവിലെ മുതൽ തന്നെ രാഹുലിനെ ഇവിടെ എത്തിച്ച സമയം മുതൽ തന്നെ ഒരുപാട് ഉദ്യോഗസ്ഥർ, 100 കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനുമായിട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ വാഹനത്തിൽ കയറ്റിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ വാഹനത്തിൽ കയറ്റിയതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടുമായിട്ട് പോലീസ് സംഘത്തിന്റെ വാഹനം പുറത്തേക്ക് വരുന്നു. ഡിവൈഎസ്പിയുടെ കാറിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കയറ്റിയിട്ടുള്ളത്. ഡിവൈഎസ്പിയുടെ മുമ്പിലായിട്ട് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ജീപ്പ് പൈലറ്റ് വാഹനമായിട്ട് മുന്നോട്ട് പോകും. അതിന് പിന്നിൽ ഡിവൈഎസ്പിയുടെ വാഹനത്തിൽ, അടൂർ ഡിവൈഎസ്പിയുടെ വാഹനത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടൂർ ഡിവൈഎസ്പിയുടെ വാഹനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനുമായിട്ടുള്ള വാഹനം പുറത്തേക്ക് വരുന്നു. മുമ്പിലായിട്ട് ഒരു പൈലറ്റ് വാഹനമുണ്ട്, പൈലറ്റ് പോലീസ് ജീപ്പുണ്ട്. അതിന് പിന്നിൽ അടൂർ ഡിവൈഎസ്പിയുടെ കാറിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടുമായിട്ട് പുറത്തേക്ക് വരികയാണ്. കനത്ത സുരക്ഷ പോലീസ് ഒരുക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷമോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധമോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ നീക്കവും പോലീസ് നടത്തുകയാണ്. വലിയ കനത്ത സുരക്ഷയാണ് രാഹുൽ മാങ്കൂട്ടുമായുള്ള വാഹനം പുറത്തേക്ക് വരുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ആ വാഹനത്തിനകത്ത് ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷമായിട്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കാറിനകത്ത് ഇരിക്കുന്നത്. ഒരു തരത്തിലും വേറൊരു തരത്തിലുമുള്ള ഒരു പ്രതികരണത്തിനൊന്നുമില്ല. വളരെ സന്തുഷ്ടവാനായിട്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കാറിനകത്ത് ഇരിക്കുന്നത്. എന്തായാലും പോലീസ് ജീപ്പ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടുമായിട്ട് പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ്. നമുക്ക് ശരി, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വൈദ്യ പരിശോധനയ്ക്കായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇപ്പോൾ പോലീസ് വാഹനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ശാന്ത രൂപനായിട്ടാണ് ഇരിക്കുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു ടെൻഷൻ രാഹുലിന്റെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം ഏതാണ്ട് 6 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലും കഴിഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ഇന്നലെ രാത്രി 12:30 രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ട് നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പോലീസിന് ഇമെയിൽ വഴി ലഭിച്ച പുതിയ ബലാത്സംഗ പരാതിയിലായിരുന്നു പിന്നീട് രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം, അന്വേഷണ സംഘം നടത്തി. അതിനുശേഷം ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം പിന്നീട് വൈദ്യ പരിശോധന, അതിനെ തുടർന്ന് പിന്നീട് പത്തനംതിട്ട മാജിസ്ട്രേറ്റ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഹാജരാക്കും. പുതിയ പരാതി കൂടി വന്നതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിൽ ഇപ്പോൾ ബലാത്സംഗ സ്ത്രീപീഡന കേസുകൾ 3 എണ്ണമായിട്ടുണ്ട്. ആദ്യ കേസിൽ ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് തടഞ്ഞിരുന്നു. രണ്ടാമത്തെ
കേസിൽ ജനുവരി 21 വരെ വിചാരണ കോടതി മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ അനുവദിച്ചിരുന്നു. ഇതിനൊക്കെ ഇടയിലാണ് ഇപ്പോൾ പുതിയൊരു കേസ് വരികയും ആ കേസ് 2 ആഴ്ച മുൻപ് ഇമെയിൽ വഴിയാണ് പോലീസിന് ലഭിച്ചത്. പക്ഷേ പോലീസ് അതീവ രഹസ്യമായി പ്രത്യേക അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കരുക്കൾ നീക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.